കുട്ടികൾ നന്നാവാൻ മാതാപിതാക്കൾ നിർബന്ധമായും കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഒരു അമലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും ഖബൂലാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും കബൂലാക്കി തരട്ടെ. കഴിഞ്ഞു പോയ ദോഷങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ മക്കൾ പറഞ്ഞത് അനുസരിക്കാനും നല്ല നിലക്ക് നടക്കാനും നമ്മൾ എന്താണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, പറഞ്ഞത് കേൾക്കുന്ന മക്കളാക്കി തരട്ടെ. എല്ലാ ശൈത്വാനീയത്തിനെ തൊട്ടും നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ഈ ഒരു അമല് ചെയ്തു കൊടുത്താൽ എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹു നിങ്ങളെ മക്കളെ കാക്കുന്നതാണ്. ഇത് ചെറുപ്പത്തിലേ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. മക്കൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ ഒരു ഘടകമാണല്ലോ. മക്കൾ സ്വാലിഹീങ്ങളായാൽ നാളെ മഹ്ശറയിൽ നിന്ന് നമ്മുടെ കൈ പിടിച്ച് പോകാൻ ഉതകുന്ന മക്കളായാൽ എത്ര സന്തോഷമായിരിക്കും എന്ന് വേണ്ട. നാളെ ഒരു മകൻ തൻ്റെ ഖബറിന്റെ അരികിൽ വന്ന് ഒരു യാസീൻ ഓതാൻ തുനിഞ്ഞാൽ, അവന് മനസ്സ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. കാരണം 40 ദിവസം നമ്മുടെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖബർ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും എന്നൊക്കെ നമ്മൾ പഠിച്ചവരാണ്. അതുകൊണ്ട് ഭൗതികത്തിന് മുഖ്യമായ വില കൊടുക്കാതെ, അത് സാഹചര്യം അങ്ങനെയാണ്. അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം മദ്രസയിലേക്കൊന്നും കുട്ടികളെ കൃത്യമായി അയക്കുന്നില്ല. ട്യൂഷന്റെ പേരിൽ മദ്രസ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം എൻ്റെ രക്ഷിതാക്കളെ തികച്ചും നിങ്ങൾ ഖേദിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, ഭൗതികം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഭൗതികം നിർബന്ധമായും വേണം. എന്നാൽ മതമില്ലാതെ ഭൗതികം എത്ര പഠിച്ചിട്ടും കാര്യമില്ല. പലരും പറഞ്ഞൊരു അനുഭവം വെച്ച് പറയുകയാണ്, ഭൗതികവും വേണം മതവും വേണം, എന്നാൽ നാളെ നിങ്ങളെ പുറംകാല് കൊണ്ട് നിങ്ങളെ മക്കൾ നിങ്ങളെ ചവിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കളെ നമുക്ക് സ്വാലിഹീങ്ങളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസ്, ഇത് നിങ്ങൾ പാരായണം ചെയ്യുക. ഇത് നിങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകുന്ന സമയത്തോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ സൂറത്തുൻ നാസ് പാരായണം ചെയ്യുകയും മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് എത്തുന്ന സമയത്ത്, ആ ആയത്ത് എത്തുന്ന സമയത്ത് 7 പ്രാവശ്യം അത് ആവർത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്നെത്തുമ്പോൾ ഈ ആയത്ത് റിപ്പീറ്റ് ആയിട്ട് 7 പ്രാവശ്യം ആവർത്തിക്കുക. എന്നിട്ട് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് ഈ സൂറത്ത് അവസാനിപ്പിക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ വെള്ളം നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുക. ഇനി കുടിക്കാൻ കൂട്ടാക്കാത്ത മക്കളാണെങ്കിൽ അവർ കാണാതെയെങ്കിലും ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് മന്ത്രിച്ച് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ദിവസേന ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും ഈ ഒരു സൂറത്തിൻ്റെ, ഈ ഒരു ആയത്തിൻ്റെ ഫളിൽ എത്രമാത്രമാണെന്ന്. കാരണം പണ്ഡിതന്മാർ നമുക്ക് ഉറപ്പ് നൽകുന്നത് ശൈത്താന്റെ എല്ലാ ഷെറിനെ തൊട്ടും നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കാൻ പറ്റുന്ന ഒരു ബലമായ സൂറത്താണ് സൂറത്തുൻ നാസ് എന്ന് പറയുന്നത്. എല്ലാ കണ്ണെറിനെ തൊട്ടും, ചിലപ്പോൾ നല്ല മക്കൾ നല്ല പഠിക്കുന്ന മക്കളായിരിക്കും, ഇവർക്ക് കണ്ണ് പറ്റാൻ അധികമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടായിരിക്കണം നിർബന്ധമായും മക്കളെ സ്കൂളിലേക്കാകട്ടെ മദ്രസയിലേക്കാകട്ടെ ഇനി ട്യൂഷനാകട്ടെ പറഞ്ഞയക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങളിത് ഉപയോഗിക്കണം. രാവിലെ തന്നെ ഇത് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കൾ മാറുന്നത് നിങ്ങൾക്ക് കുളിർമ കാണാൻ സാധിക്കുമെന്ന ഉറപ്പോടുകൂടെ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്തിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം, ഉമ്മമാരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടെ ഞാൻ ആ സൂറത്ത്
പറയാം സൂറത്തുൻ നാസാണ്. മീൻ ശരിൽ വസ്വാസ് എന്ന് എത്തുന്ന സമയത്ത് 7 പ്രാവശ്യം ആവർത്തിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് തൻ്റെ മക്കൾക്ക് കൊടുക്കുക. ഇത് നിങ്ങൾ ഭർത്താക്കന്മാർക്കും കൊടുക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾക്കും ഇത് കുടിക്കാൻ പറ്റുന്നതാണ്. കാരണം ഷെറുകളിൽ നിന്ന് കാവൽ നേടുന്ന ഒരു സൂറത്താണ് സൂറത്തുൻ നാസ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.